ടു ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് LDC LGS 2024 എക്സാമിനേഷന് വേണ്ടിയിട്ടാണ്. അതിന്റെ ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്താണ് 150 ടോപ്പിക്സ്, അതായത് 150 പ്രധാനപ്പെട്ട ടോപ്പിക്സ് വരാൻ പോകുന്ന LDC LGS എക്സാമിനേഷന് വേണ്ടിയിട്ട്. അതാണ് ഈ 150 ടോപ്പിക് സീരീസ്. ആദ്യം തൊട്ടേ ക്ലാസ് കാണുന്നവർക്കറിയാം. നമ്മുടെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിന് മുൻപുള്ള ക്ലാസ്സുകളുടെ എല്ലാത്തിന്റെയും പ്ലേലിസ്റ്റ്, അതായത് ഫുൾ ക്ലാസ്സുകൾ, പ്ലേലിസ്റ്റിനകത്ത് ഫുൾ ക്ലാസ് അടങ്ങിയിരിക്കും. പ്ലേലിസ്റ്റ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അത് കാണുക. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും. അവിടെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്, ഇംഗ്ലീഷിന്റെ ലിങ്ക്, മലയാളത്തിന്റെ ലിങ്ക്, കറണ്ട് അഫയേഴ്സിന്റെ ലിങ്ക്, 150 ടോപ്പിക്സ് ലിങ്ക്, ഇത്രയും കണ്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പൊ വേണ്ടവർക്ക് അത് കാണാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ, ക്ലാസ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ റെഗുലറായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂടെ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കൂടി ചാനലിൽ ലിങ്ക് അയച്ച് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇന്ന് 150 ടോപ്പിക്സിൽ എന്താണ് എന്നാണ് അല്ലേ. അപ്പൊ ഇന്ന് 150 ടോപ്പിക്സിൽ നിങ്ങൾക്കറിയാം, ഈ 150 ടോപ്പിക്സ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് ഇപ്പം കോൺഫിഡൻസോടുകൂടി ചെയ്യാൻ കഴിയുന്നുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യുക. അതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും പറയുക. അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് എന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ അങ്ങനെ സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പറയാം. അപ്പൊ ഇന്നത്തെ 150 ടോപ്പിക്സിലെ ടോപ്പിക്സ് എന്ന് പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളെ എടുത്താണ് ചെയ്യുന്നത്. ആരൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് PC മഹലനോബിസ്, മറ്റൊന്ന് ആരാണ്? M വിശ്വേശ്വരയ്യ. ഇവരെ രണ്ടുപേരെയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള സാധ്യതയുള്ളത് കൊണ്ടും ഇവരെ PSC സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടുത്തുന്ന രണ്ട് വ്യക്തികളായതുകൊണ്ടുമാണ് 150 ടോപ്പിക്സിൽ നമ്മൾ ഇത് ഉൾപ്പെടുത്തുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. M വിശ്വേശ്വരയ്യയും PC മഹലനോബിസും കമ്പയർ ചെയ്ത് പഠിച്ചു പോകാം. അപ്പൊ ആദ്യം ഞാൻ M വിശ്വേശ്വരയ്യെ കുറിച്ച് പറഞ്ഞുതരാം. അതായത് ഇതിൽ നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് PSC ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ആരെന്ന് നമ്മളോട് PSC ചോദിക്കാറുണ്ട്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി ആരാന്നും ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ പല പിള്ളേരും മിസ്സേ അല്ല വിശ്വേശ്വരയ്യാണ് എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്ത് ഞാൻ കണ്ടു. ക്വസ്റ്റ്യൻ അവിടെ ശില്പിയായിരുന്നു. അപ്പൊ ഞാൻ അവിടെ അത് കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വിട്ടിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിക്കുക, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി PC മഹലനോബിസും ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് M വിശ്വേശ്വരയ്യ. ഓർത്ത് വെക്കുക, നമ്മൾ ഇപ്പൊ ആദ്യം പഠിക്കുന്നത് M വിശ്വേശ്വരയ്യെ കുറിച്ചാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രഷ്യസ് ആണ്, ശ്രദ്ധിച്ചിരിക്കണം. ഒന്നാമത്തെ പോയിന്റ് പഠിച്ചോളൂ. M വിശ്വേശ്വരയ്യ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് M വിശ്വേശ്വരയ്യയാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം ആധുനിക മൈസൂറിന്റെ ശില്പി എന്നും അറിയപ്പെടുന്നു. ഇദ്ദേഹം മൈസൂർ ദിവാനായിരുന്നു കേട്ടോ. മൈസൂർ ദിവാനായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ആധുനിക മൈസൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്ന M വിശ്വേശ്വരയ്യാണ്. അങ്ങനെ അറിയപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, മൈസൂറിലെ ദ ബാങ്ക് ഓഫ് മൈസൂർ, അത് പിന്നീടെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ ആയി. ദ ബാങ്ക് ഓഫ് മൈസൂർ ആരംഭിച്ചത് ആരാണ്? വിശ്വേശ്വരയ്യയാണ്. അതുപോലെ തന്നെ കൃഷ്ണരാജ സാഗർ ഡാം വിഭാവനം ചെയ്ത അദ്ദേഹമാണ്. ഇന്ന് നാം കാണുന്ന വൃന്ദാവൻ ഗാർഡൻ വിഭാവനം ചെയ്ത ഇദ്ദേഹമാണ്. ഇങ്ങനെ പല രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ വിഭാവനം ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തെ എന്ത് വിളിക്കാം? ആധുനിക മൈസൂറിന്റെ ശില്പി എന്ന് വിശേഷിപ്പിക്കാം. അപ്പൊ ഓർത്തു വെക്കുക, M വിശ്വേശ്വരയ്യ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു, ആധുനിക മൈസൂറിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നു. അതുപോലെ ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. PSC പലതവണ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്, റിപ്പീറ്റഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ്, റിപ്പീറ്റഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഓർത്തു വെക്കുക, ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? M വിശ്വേശ്വരയ്യയാണ്. M വിശ്വേശ്വരയ്യയുടെ ജന്മദിനമായ സെപ്റ്റംബർ 15 പലതവണ PSC ചോദിച്ചിട്ടുള്ളതാണ്. M വിശ്വേശ്വരയ്യയുടെ ജന്മദിനമായ സെപ്റ്റംബർ 15 ആണ് ഇന്ത്യയില് എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്, അല്ലെങ്കിൽ എഞ്ചിനീയർമാരുടെ ദിനമായിട്ട് ഇന്ത്യയിൽ ആചരിക്കുന്നത് സെപ്റ്റംബർ 15. PSC ചോദിച്ചിട്ടുണ്ട്, സെപ്റ്റംബർ 15 ആരുടെ ജന്മദിനമാണ്? M വിശ്വേശ്വരയ്യയുടെ ജന്മദിനമാണ്. അപ്പൊ ഓർത്തു വെക്കുക, M വിശ്വേശ്വരയ്യയാണ് എന്ത്? ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ്. അദ്ദേഹത്തിന്റെ ജന്മദിനമായ സെപ്റ്റംബർ 15 ഇന്ത്യയിൽ എന്തായിട്ട് ആചരിക്കുന്നു? ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഇദ്ദേഹം മൈസൂർ ദിവാനായിരുന്നു. 1955 ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം നൽകി അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. അപ്പൊ 1955 ഇദ്ദേഹത്തിന് എന്ത് കിട്ടിയത്? ഭാരതരത്നം കിട്ടിയത്. പഠിക്കുക. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറഞ്ഞു തരാം. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്, ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ്,
എഞ്ചിനീയേഴ്സ് ദിനം ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത്? പിന്നെ ഇത് ഓർത്ത് വെക്കുക, ഇദ്ദേഹം മൈസൂർ ദിവാനായിരുന്നു. 1955 ഇദ്ദേഹത്തിനെ ഭാരതരത്നം നൽകി ആദരിക്കുകയുണ്ടായി. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ് കൃഷ്ണരാജ സാഗർ ഡാം, വൃന്ദാവൻ ഗാർഡൻ, ദ ബാങ്ക് ഓഫ് മൈസൂർ. ദ ബാങ്ക് ഓഫ് മൈസൂർ പിന്നീട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ എന്നറിയപ്പെട്ടു അല്ലെ. അപ്പം കൃഷ്ണരാജ സാഗർ ഡാം, വൃന്ദാവൻ ഗാർഡൻ, ദ ബാങ്ക് ഓഫ് മൈസൂർ എന്നിവയൊക്കെ വിഭാവനം ചെയ്തത് ആരാണ്? എം വിശ്വേശ്വരയ്യ. ഇനി PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ ആരുടെ ബുക്കാണെന്ന് ചോദിക്കും. പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന് പറയുന്നത് എം വിശ്വേശ്വരയ്യയുടെ ബുക്കാണ്. പലതവണ ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാം. പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ ആരുടെ ബുക്കാണ്? എം വിശ്വേശ്വരയ്യയുടെ ബുക്കാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ മറ്റു പുസ്തകങ്ങളാണ് റീകൺസ്ട്രക്ടിങ് ഇന്ത്യ, റീകൺസ്ട്രക്ടിങ് ഇന്ത്യ, മെമയേഴ്സ് ഓഫ് മൈ വർക്കിംഗ് ലൈഫ്, മെമയേഴ്സ് ഓഫ് മൈ വർക്കിംഗ് ലൈഫ്. 3 പുസ്തകങ്ങൾ പ്രധാനമായിട്ടും പഠിച്ചു വെക്കുക. എന്താണ്? പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ, റീകൺസ്ട്രക്ടിങ് ഇന്ത്യ, മെമയേഴ്സ് ഓഫ് മൈ വർക്കിംഗ് ലൈഫ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ എം വിശ്വേശ്വരയ്യയായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കണം. പഠിച്ചേ പറ്റുള്ളൂ. ഒരു പോയിന്റ് പോലും ഇതിന് പോവരുത്. അങ്ങനെ പറയുന്ന എന്താന്ന് വെച്ചാല് എം വിശ്വേശ്വരയ്യയെ വേണമെങ്കിൽ പ്രസ്താവനയിട്ടും ചോദിക്കാം. നമ്മളോട് ഇങ്ങനെ ക്വസ്റ്റ്യൻ തരുവാണ്, താഴെ പറയുന്നവയിൽ എം വിശ്വേശ്വരയ്യയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാ? ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും പ്രസ്താവനകൾ തന്നിട്ട് തെറ്റായതും കൂടി കൂട്ടി ചോദിക്കാം. അല്ലെങ്കിൽ എം വിശ്വേശ്വരയ്യയെ കുറിച്ച് തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നൊക്കെ PSC ചോദിക്കും. ആസൂത്രണം PSC സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് ആസൂത്രണവുമായി ബന്ധപ്പെട്ട വ്യക്തി ആയതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ക്വസ്റ്റ്യൻ ഷുവറായിട്ട് പ്രതീക്ഷിക്കാം. അപ്പൊ ഇതിനെ ഇത്രയും പോയിന്റ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾ പഠിച്ചു വച്ചേ പറ്റുള്ളൂ. ഇത് ഇത്രയും ഇപ്പൊ തന്നെ പഠിക്കുക. നെക്സ്റ്റ് PC മഹലനോബിസ്. PC മഹലനോബിസിനെ കുറിച്ച് ഓരോ പോയിന്റ് പറയുമ്പോഴും പെട്ടെന്ന് വിശ്വേശ്വരയ്യയും കൂടി കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എം വിശ്വേശ്വരയ്യ. മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി വരാം, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ വിമർശകൻ എന്ന് ചോദിച്ചാൽ ആരാണ്? DR ഗാഡ്ഗിൽ. DR ഗാഡ്ഗിൽ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ വിമർശകൻ. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എം വിശ്വേശ്വരയ്യ, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി PC മഹലനോബിസ്, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ വിമർശകൻ DR ഗാഡ്ഗിൽ. കേട്ടോ? ഇനി നോക്കിയാൽ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നാണ് PC മഹലനോബിസ് അറിയപ്പെടുന്നത്. ഈ PC മഹലനോബിസ് ആണ് എന്തിന്റെ സ്ഥാപകൻ? ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ. ഓർത്തു വെക്കുക, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ ആരാണ്? PC മഹലനോബിസ്. മറ്റൊരു രീതിയിൽ ചോദിക്കാം, ഇന്ത്യൻ സ്ഥിതിവിവര ശാസ്ത്രത്തിന്റെ പിതാവ്, അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെയാണ്. ഇന്ത്യൻ സ്ഥിതിവിവര ശാസ്ത്രത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാലും PC മഹലനോബിസ് ആണ്. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഏതാ? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി. റീസെന്റ് നടന്ന ഏതോ ഒരു എക്സാമിനേഷന് ചോദിച്ചു. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിൽ ഉൾപ്പെടുത്തി നമ്മൾ വന്നൊരു ക്വസ്റ്റ്യനും കൂടിയായിരുന്നു. ഓർമ്മയുണ്ടോ? അപ്പൊ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പിയാണ് PC മഹലനോബിസ്. ഭാരതീയ സ്ഥിതിവിവര ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും PC മഹലനോബിസ് തന്നെ. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപകൻ ആരാണ്? PC മഹലനോബിസ് ആണ്. PC മഹലനോബിസിന്റെ ജന്മദിനമാണ് ജൂൺ 29. ഓർത്ത് വെച്ചേക്കണം. വിശ്വേശ്വരയ്യയുടെ ജന്മദിനം എന്നാണ്. കമന്റ് ചെയ്യുക, അതെന്ത് ദിനമാണ്? എഞ്ചിനീയേഴ്സ് ഡേ ആണ് അല്ലെ. അപ്പൊ PC മഹലനോബിസിന്റെ ജന്മദിനം ജൂൺ 29 ആണ്. ജൂൺ 29 എന്തായിട്ട് ആചരിക്കുന്നു? സ്റ്റാറ്റിസ്റ്റിക് ദിനം അല്ലെ. അതായത് സ്ഥിതിവിവര ദിനം എന്ന് വേണമെങ്കിൽ PSC തരും. സ്ഥിതിവിവര ദിനം എന്ന് തരാം. അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ എന്ന് ഓർത്ത് വയ്ക്കുക. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ ആയിട്ട് ആചരിക്കുന്നത് PC മഹലനോബിസിന്റെ ജന്മദിനമായിട്ടുള്ള ജൂൺ 29 ആണ്. ഇനി നമുക്കറിയാം, 2ാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പിയാണ് ആര്? PC മഹലനോബിസ്. പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്ന 1951 ആസൂത്രണ കമ്മീഷനാണ് അത് വിഭാവനം ചെയ്യുന്നത് അല്ലെ. അപ്പൊ 2ാം പഞ്ചവത്സര പദ്ധതി 1956 മുതലാണ് ആരംഭിച്ചത്. 2ാം പഞ്ചവത്സര പദ്ധതിയുടെ ആസൂത്രണ അല്ലെങ്കിൽ പിതാവ് PC മഹലനോബിസ് ആണ്. 2ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് തന്നെ എങ്ങനെയാണ്? മഹലനോബിസ് മാതൃക. മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ഏതാ? 2ാം പഞ്ചവത്സര പദ്ധതി. അപ്പൊ 2ാം പഞ്ചവത്സര പദ്ധതി ആസൂത്രണം ചെയ്ത ആരാ? PC മഹലനോബിസ്. അല്ലെങ്കിൽ ആ പദ്ധതിയുടെ ശില്പി PC മഹലനോബിസ് ആണ്. 2ാം പഞ്ചവത്സര പദ്ധതി മഹലനോബിസ് മാതൃക എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തിയാണ് PC മഹലനോബിസ്. റിപ്പീറ്റഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഓക്കെ, സ്വതന്ത്ര ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കിയത് PC മഹലനോബിസ്. ഇതാ ഒരു ക്വസ്റ്റ്യൻ പിടിച്ചോ നിങ്ങൾ.
ഏതാ? നമ്മളോട് ചോദിച്ചിട്ടില്ലേ ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കിയത് ആരെ എന്ന് ചോദിക്കും. ദാദാഭായ് നവറോജി. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കിയത് ചോദിച്ചാൽ ആരാണ്? PC മഹലനോബിസ്. ഇനി ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. PC മഹലനോബിസ് ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് സംഖ്യ. അറിയത്തില്ലാത്തവർ എഴുതിയെടുത്തോളം കേട്ടോ. PC മഹലനോബിസിന്റെ ജേണലാണ് അല്ലെങ്കിൽ പ്രസിദ്ധീകരണമാണ് സംഖ്യ. PC മഹലനോബിസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടി പറയുകയാണ്, ശ്രദ്ധിക്കുക. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകനാണ് അദ്ദേഹം. സ്റ്റാറ്റിസ്റ്റിക്കൽ ദിനമായിട്ട് ആചരിക്കുന്ന ജൂൺ 29 ആണ്. ജൂൺ 29 PC മഹലനോബിസിന്റെ ജന്മദിനമാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി എന്നറിയപ്പെടുന്ന PC മഹലനോബിസ് ആണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നു. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തി ചോദിച്ചാൽ ഇത് PC മഹലനോബിസ് ആണ്. ഭാരതീയ സ്ഥിതിവിവര ശാസ്ത്രത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ PC മഹലനോബിസ് ആണ്. PC മഹലനോബിസ് ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് സംഖ്യ. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. M വിശ്വേശ്വരയ്യയും PC മഹലനോബിസും പഠിച്ചേ പറ്റുള്ളൂ. PSC സംബന്ധിച്ച് ആസൂത്രണ കമ്മീഷൻ ഇമ്പോർട്ടന്റ് ആണ്. നീതി ആയോഗ് വന്നുവെങ്കിൽ പോലും ആസൂത്രണ കമ്മീഷനുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളാണ് M വിശ്വേശ്വരയ്യയും മഹലനോബിസും. അതുകൊണ്ടാണ് ഇത്രയും സ്ട്രെയിൻ ചെയ്ത് പറയുന്നത്. ഇത് പഠിച്ചേ പറ്റത്തുള്ളൂ, തീർച്ചയായിട്ടും പഠിക്കണം. പിന്നെ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണേ, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ വിമർശകൻ എന്നറിയപ്പെടുന്നത് DR ഗാഡ്ഗിൽ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്